ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മാനേജർ റിവ്യൂ ആണ്. മാനേജർ റിവ്യൂ മാത്രമല്ല, ആ ഒരു മാനേജറിന് പറ്റിയൊരു ഫോർമേഷൻ നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മുടെ മാനേജർ വരുന്നത് മൗറീനോയാണ്. അത്യാവശ്യം നല്ലൊരു ലോങ് ബോൾ കൗണ്ടർ മാനേജറാണ്. പുള്ളീനെ ഔട്ട് വൈഡും കളിപ്പിക്കാൻ പറ്റും. രണ്ടും ഒരു 88 പ്രൊഫഷൻസി ഉള്ളൊരു മാനേജറാണ്. മെയിനായിട്ട് മൗറീനോൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് കിട്ടില്ലെന്നായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫോർമേഷൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ ഒരു ഫോർമേഷൻ ഇട്ട് കളിച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് കിട്ടുന്നുണ്ട്. ഡിഫൻസ് പിന്നെ ഓൾറെഡി പുള്ളിക്ക് നല്ലൊരു സോളിഡ് ഡിഫൻസ് ഉണ്ട്. അത്യാവശ്യം പെട്ടെന്ന് ബ്രേക്ക് ആവാത്തൊരു ഡിഫൻസാണ്. ലോങ് ബോൾ കൗണ്ടർ മാനേജേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻസ് നിൽക്കാറുണ്ട്. എന്നാലും മൗറീനോൻ്റെ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ബൂസ്റ്റർ വരുന്നവൻ ടാക്ലിംഗ് ആണ്. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഡിഫൻസ് അത്യാവശ്യം നമുക്ക് സെറ്റാണ് ഓൾറെഡി. അപ്പോൾ അറ്റാക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫോർമേഷൻ ഇട്ട് കളിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് കോൺസിക്യൂട്ടീവ് വിൻസ് എനിക്ക് ഡിവിഷനിൽ തന്നെ കിട്ടിയ ഒരു ഫോർമേഷനാണ്. അപ്പോൾ ആ ഫോർമേഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട പ്ലെയേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലുള്ള സെയിം പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലെയേഴ്സ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ആ പ്ലേയിങ് സ്റ്റൈൽ സെറ്റ് ആക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മെയിനായിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്. അത് നമ്മൾ നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ CFന് നമ്മൾ എന്തായാലും കൗണ്ടർ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ AMF ഉള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന്, അതായത് ഞാനിപ്പോൾ കൊടുക്കുന്നതിൻ്റെ മെസ്സിനെയാണ്, അത്യാവശ്യം സ്പീഡുള്ള ഒരു പ്ലെയറിന് നമ്മൾ എന്തായാലും കൗണ്ടർ ടാർഗറ്റ് ആ ഒരു പൊസിഷനിൽ കൊടുത്തിട്ടുണ്ടാകണം. എന്നാലും ഈ ഒരു ടാക്ടിക്സ് വർക്കൗട്ട് ആകത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് AMFന് നമ്മൾ എന്തായാലും ഇൻസ്ട്രക്ഷനായിട്ട് ഒഫൻസീവ് കൊടുത്തിട്ടുണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ ആങ്കർമാനായിട്ട് നിൽക്കുന്ന ആരാണോ അയാൾക്ക് നമ്മൾ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസും കൂടി കൊടുത്തിട്ടുണ്ടാകണം. ബാക്കി കാര്യങ്ങളായിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൻ്റെ പരിപാടിയിൽ വേറെ ഒന്നുമില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മൗറീനോൻ്റെ സ്ക്വാഡ് ബിൽഡിങ്ങും ഇൻസ്ട്രക്ഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഗെയിം പ്ലേയിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള രീതി എനിക്ക് പറഞ്ഞുതരാം. സാധാരണ ഒരു ലോങ് ബോൾ കൗണ്ടർ മാനേജറിനെ പോലെയല്ല നമ്മൾ മൗറീനോനെ കളിപ്പിക്കേണ്ടത്. നമ്മൾ അത്യാവശ്യം ഡെഷാംസിനെ ആയാലും റൈക്കാർഡിനെയൊക്കെ ആയാലും കളിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. എന്നാലും ആ ഒരു രീതിയല്ല പുള്ളിക്ക് വർക്കൗട്ടാണ്. വളരെ സ്ലോ ആയിട്ടുള്ളൊരു ഗെയിം പ്ലേ ആണ് പുള്ളിക്ക് എന്തായാലും വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോർമേഷൻ വെച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ജസ്റ്റ് ത്രൂ ബോൾ കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യണമെന്നുള്ളൊരു മൈൻഡിൽ നമുക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പോണൻ്റെ കാലിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്സ് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഗോളാക്കാൻ ഈസി ആയിട്ടൊരു ചാൻസ് ഉണ്ട് ഈ ഒരു മാനേജർ വെച്ച് കളിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ടാക്ടിക്സ് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൗണ്ടർ ടാർഗറ്റായിട്ട് ഇട്ടേക്കണ AMF ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് റൺ എടുക്കും ബോൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അറ്റാക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മാനേജറിൻ്റെ കൂടി ഈ ഒരു ഫോർമേഷനും ആ ഒരു ഇൻസ്ട്രക്ഷൻസും എന്തായാലും ഒന്ന് നോക്കുക. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ.